ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എൻ്റെ ലൈഫിൽ സ്പെഷ്യൽ ഡേ ആണ്. അതേ നമ്മൾ മീൻകുട്ടിനെ കൊണ്ടിട്ട് ആദ്യമായിട്ടാണ് ഫസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അതും അവൻ്റെ ഫസ്റ്റ് മെട്രോ എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ. ഞങ്ങൾ നേരെ പോയത് ആലുവ ഹീറോ മെഗാ മോട്ടോഴ്സിലാണ്. സോ എന്തിനോട് വന്നേക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയാലോ. സോ നമ്മളൊരു വണ്ടി ഡെലിവറി എടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ എക്സ്പൾസ് 210 നമ്മൾ ഡെലിവറി എടുത്തിട്ടുണ്ട്. സോ ഇത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഫേവറേറ്റ് കളറാണ് ബ്ലൂ. അപ്പോൾ ഞാൻ ബ്ലൂ തന്നെ സെലക്ട് ചെയ്തു. സോ താക്കോലൊക്കെ മേടിച്ച് നേരെ വണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങാൻ പരിപാടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ ഓൾറെഡി എക്സ്പൾസ് 210 പ്രീവിയസ് ഓണർ ആവുന്നു. അതിൽ നിന്നുള്ള ചെറിയൊരു അപ്ഗ്രേഡും കൂടിയാണ് ഞാൻ 210 എടുക്കാനുള്ള റീസൺ കേട്ടോ. പിന്നെ നീവിന് എന്തായാലും നമ്മുടെ ട്രിപ്പിൽ നമ്മളെന്തായാലും ഉണ്ടാവുമല്ലോ. അവൻ തന്നെ നല്ല ഉറക്കാണ്. അന്നേരം നമ്മൾ അവനെ വണ്ടി ചെയ്തായിട്ട് ഇരുത്തി കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ലോങ് റൈഡിന് ഇറങ്ങിയതാണ്. ലോങ് റൈഡിന് ഇറങ്ങിയ കഥയൊന്നും പറയണ്ട. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് ചെറിയ ഉണ്ണിയാവുണ്ട്. അപ്പോൾ അവനെ ഉറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ അവന് ഏകദേശം 4 മാസമായിട്ടുണ്ട്. ഈ 4 മാസമായിട്ട് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ട്രിപ്പാണ്. അതിനിടെ നമ്മൾ പുതിയൊരു എക്സ്പൾസ് 210 നമ്മൾ ഡെലിവറി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വീഡിയോ നിങ്ങൾ കണ്ടിട്ടാക്കി വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകണം. ഇപ്പോൾ ഏകദേശം വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 429 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് ഐ തിങ്ക് 750 കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് തന്നെ. സെക്കൻഡ് സർവീസ് വരുന്നത് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് 6000 കിലോമീറ്റർ ആയിരിക്കും. പക്ഷേ 6000 കിലോമീറ്റർ പോലെ നിങ്ങൾ പോകരുത് കേട്ടോ, അതിന് മുമ്പേ സർവീസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പൾസ് 200 ഓണറാണ് ഞാൻ. 2021 മേടിച്ചാണ്. 2 വർഷം എക്സ്പൾസ് BS6 പഴയ യൂട്യൂബിൽ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. 2 വർഷം ബിഫോർ 3 വർഷം ബാക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പൾസിൻ്റെ വീഡിയോ ലോഞ്ച് വീഡിയോ അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് അപ്ഗ്രേഡ് ചെയ്തിട്ട് 210 മാറിയപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇത് ജസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ തോന്നിയ പോരായ്മകളും കുറ്റങ്ങളും പിന്നെ എന്തൊക്കെ ഇന്നോവേഷൻസ് ഹീറോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പല കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസിൽ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അജിക്ക വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാൻ കാണാം. പിന്നെ മാക്സിമം എല്ലാവരും ഒരു കമൻറ്റിൽ വെച്ച് ഇടാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ പോകുന്നത് അതിരപ്പള്ളിക്കാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയ ഏകദേശം ഒരു 150 കിലോമീറ്ററിൻ്റെ ഒരു റൈഡ് റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക. പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ ആദ്യത്തെ പില്ലിൽ വെച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ട്രിപ്പാണ് എൻ്റെ വണ്ടിയിൽ പോണത്. അപ്പോൾ ബാക്കിയുള്ള ഇനി നമുക്കൊരു 10000 കിലോമീറ്ററിൻ്റെ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള മോട്ടോ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്, ട്രാവൽ വ്ളോഗുമായുള്ള എല്ലാ വ്ളോഗ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി വീഡിയോയ്ക്ക് പോകാം. ചേട്ടാ പറയട്ടെ, ചേട്ടാ ഏതാണ്ടോ ഒലിക്സാണോ ബൂസ്റ്റാണോ ചായ വേണം? 2 ചായ പറയട്ടെ ചേട്ടാ? 2 ചായ. Let's go. വെൽക്കം ടു മലക്കപ്പാറ അതിരപ്പള്ളി. റംബുട്ടാൻ, മാങ്ങ. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 6 മണിക്ക് ഇറങ്ങി. 6 മണിയല്ല, ഒരു 5:50 ആയപ്പോൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7:44 ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പൊണ്ടാട്ടി ഗൂഗിൾ മാപ്പ് ഇട്ട് അറിയാലോ, ഒരു 10 കിലോമീറ്റർ ഇറങ്ങി ചുമ്മാ എവിടെയോ. അങ്ങനെ ഞങ്ങളിത് അതിരപ്പള്ളി റൂട്ടിലേക്ക് കിടക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം.
അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ ഫസ്റ്റ് വ്ളോഗാണ്. സോ ആകെ ചളി പൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇതിൽ തോന്നിയ ക്വാളിറ്റീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്രാഷ് കാർഡ് പോരാ. പിന്നെ നമുക്ക് ഫീൽ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഫുള്ള് ചെളി വരും. അപ്പോൾ നമുക്ക് കൂടുതൽ നിങ്ങൾ വീഡിയോസിലൊന്നും അറിയില്ല, ഒരു ഫ്രണ്ടർ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ ഭയങ്കര നോർമൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫ്യൂലോട്ട് പോകണമെങ്കിൽ സീറ്റിങ് കംഫർട്ടാണ്, കുഷനാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പിന്നെ മീറ്റർ കൺസോൾ ആണെങ്കിൽ നമുക്കിപ്പോൾ നല്ല ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഞാൻ സെറ്റിങ്സ് വന്നതാണ്. മെയിനായിട്ട് ഇവിടെ ജോയിസ്റ്റിക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനം ലോങ് പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിങ്സിലോട്ട് പോകാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യണം. ട്രിപ്പ് 1, ട്രിപ്പ് 2. പിന്നെ മെയിനായിട്ട് ABS മോഡാണ്. റോഡ്, ട്രെയിൽ, ഓഫ് റോഡ് 3 ഓപ്ഷൻസാണ് വരുന്നത്. ഇപ്പോൾ റോഡിലാകുമ്പോൾ നമുക്ക് 2 ABS ഓൺ ആയിരിക്കും. ട്രെയിനിലാകുമ്പോൾ ബാക്ക് റെയർ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ തന്നെ ABS ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഫ് റോഡ് ആകുമ്പോൾ നമുക്ക് 2 ABS ഓഫ് ആകും. പക്ഷേ ABS എനിക്ക് അത്ര പ്രിസൈസ് ആയിട്ട് തോന്നിയിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ പറയണമെങ്കിൽ. പിന്നെ മെയിനുള്ള കണ്ടിട്ട് വണ്ടി പഴയ വണ്ടിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബൾക്കി ആയിട്ടുണ്ട്. ഒരു ഹിമാലയൻ്റെ സ്പേസ് തന്നെ ഉണ്ട് ഏകദേശം. പിന്നെ സീറ്റ് ആയിട്ട് പറയുമ്പോൾ 820mm ആണ്. പിന്നെ BSC കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, എക്സ്പോർട്ടിൽ കാര്യങ്ങളായിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ സീൻ കാണാം. നമുക്ക് നേരെ ഇവിടുത്തെ വ്യൂ കാണാൻ നമുക്ക് ചാടി കിടക്കാം. നമുക്കിനി നേരെ പോട്ടെ ഇവിടുത്തെ വ്യൂ കിട്ടാൻ നോക്കാം. സ്ത്രീകുട്ടികളെ നിൽക്കുന്നുണ്ട്. നമുക്കെന്തായാലും മൂട് എൻ്റെ പൊന്നിടാ, ഇത് സീനാട്ടോ. ഈ വെള്ളച്ചാടം എന്ന് വെച്ചാൽ എൻ്റെ പൊന്നടിയാ ഏതാ മൂട്. എക്സ്പൾസ് ഇത് വെച്ചാൽ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് എക്സ്പൾസ് അതോ നമ്മൾ കണ്ടില്ല കേട്ടോ. അത് വണ്ടി എവിടെ കിട്ടുന്നുണ്ട് എന്തൊക്കെയാ ശരിയാണ് നമുക്ക് കാണില്ല. ആരും പേര് പറ. ആൽബർട്ട്. നാട്ടിലെവിടെയാ? അങ്കമാലി. അത് ചുമ്മാ വീക്കിനായിട്ട് ഇറങ്ങിയതാണോ? അപ്പൊ എത്ര കിലോമീറ്റർ ഇപ്പോ? 250. ഇതിനു മുമ്പ് എക്സ്പൾസ്? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതിന് മുമ്പ് 2 വീലർ അങ്ങനെ എന്താണ്? ബുള്ളറ്റ് ഓൺഷിപ്പിൽ എടുത്താൽ അവിടെ ആലുവയിൽ തന്നെ എടുത്തത്. എങ്ങനെയാണ്, CC ഇട്ടാണോ അതോ? അല്ല, ഞാൻ പുറത്തുനിന്ന് വേറെ ഫൈനാൻസ് സൊസൈറ്റി. അപ്പോൾ ഫസ്റ്റ് ഒരു ബിഗിനർ അല്ലേ, ഇതിനു മുമ്പ് 200+ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഒരു 400. ആദ്യത്തെ ഓണർഷിപ്പ് റിവ്യൂ ആണ്. യൂട്യൂബ് ചാനൽ എങ്ങനെയുണ്ട്? ഞാൻ സ്റ്റാർട്ടപ്പാണ്, ബിഗിനറാണ്, തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എക്സ്പൾസ് എടുത്തിട്ട്? നല്ലതാണ്, ഫണ്ണാണ്, ഓടിച്ചു നടക്കാനായിട്ട് നല്ല രസമാണ്. ഇപ്പൊ ആൾക്കുണ്ടായ എക്സ്പീരിയൻസ് വെച്ചാല് റണ്ണിങ്ങിൽ ഓഫ് ആവുന്നുണ്ട്. ഇത് മാത്രമല്ല കുറെ പേർക്ക് മെയിനാണെന്ന് വെച്ചാല് ഇതിന് ഒരു സെപ്പറേറ്റ് അഡീഷണല് മറ്റേ പീക്ക് മാറുണ്ട്. ഇവിടെ വരെ എത്തും. ഇതിലേക്ക് ഗ്രില്ലും വെക്കണം വേണ്ട. പിന്നെ ഹെഡ്ലൈറ്റിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി പ്രീവിയസ് ഓണർഷിപ്പ് ഉണ്ടാവും. ഹെഡ്ലൈറ്റ് പക്ഷെ എക്സ്പെഷ്യലി മെയിനാണ് വണ്ടിയും ഫുള്ളി മാറി. ഇപ്പൊ ലോങ് അതിരപ്പള്ളിയിലാണ് വേറെ ഫസ്റ്റ് ഞാൻ 400 സംതിങ് ആയിട്ട്. ഞാൻ എനിക്ക് തോന്നുന്നു 20 ദിവസമായിട്ടുള്ള വണ്ടി ഉണ്ട്. കഴിഞ്ഞ ആഴ്ച എടുത്തു. ഇപ്പൊ വേറെ എവിടെയും പോണോ? മലക്കിപ്പാറ അങ്ങനെ പോകണം. അങ്ങനെ ടൈം പോയി. ചുമ്മാ രാവിലെ ചാടിക്കണ്ടിയാണ് രീതിയിൽ ഇറങ്ങിയതാ, വൈഫായിട്ട് ഇറങ്ങിയതാ. അപ്പൊ ശരി, താങ്ക് യു. ഇവിടെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. കുട്ടിയാ, നമ്മളിപ്പോൾ രാവിലെ 5:30 ഇറങ്ങിയതല്ലേ? ഇവിടെ ഫസ്റ്റ് ലോങ് പുതിയ വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് പോയത് നമ്മൾ. ഏകദേശം 100 കിലോമീറ്റർ ഇരുന്നിട്ട് ബാക്കിൽ ഇരുന്നതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള പഴയ എക്സ്പൾസിനെ ഉപയോഗിച്ചിട്ട് നിനക്ക് തോന്നിയ നല്ലതും പൊട്ടിയും? ഇത് വന്നത് ഇതായിട്ടുണ്ട്. ഏത്? ബാക്കിലേക്കുള്ള ഇച്ചിരി കൂടി സ്പേസ് തോന്നിക്കുന്നുണ്ട്. സീറ്റിങ് സോഫ്റ്റ് അല്ല, ഇപ്പോഴും ഹാർഡ് തന്നെയാണ്. ബാക്ക് കുറെ നേരം ഇരിക്കുമ്പോ ബാക്ക് പോക്കാണ്. പിന്നെ വേറെ വലിയ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നേരത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോ ഇവിടുത്തെ എനിക്ക് ഹീറ്റിങ് വന്നിരുന്നു. പക്ഷെ ഇപ്പൊ മഴയുള്ള കാരണമാണെന്നറിയില്ല, എനിക്ക് വലിയ ഹീറ്റിംഗ് ആയിട്ട് തോന്നിയില്ല.
ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഈ പണ്ടാറ് വരട്ടെ.